ഹായ് ഫ്രണ്ട്സ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫോ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ ജർമ്മനിലേക്ക് വരാൻ നിൽക്കുന്ന ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തേക്ക്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും എന്നോട് ചോദിക്കുന്നൊരു കേസാണ് നമ്മുടെ ജർമ്മൻ സർട്ടിഫിക്കറ്റിനൊക്കെ എത്രത്തോളം വാലിഡിറ്റി ഉണ്ടെന്ന്. വൺസ് ജർമ്മനി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ലൈഫ് ലോങ് വാലിഡിറ്റി ഉള്ളതാണ്. പക്ഷേ നാട്ടിൽ നിന്ന് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാക്സിമം 1 ഇയർ ആണ് VFS അവർ പറഞ്ഞിരിക്കുന്നത്. 1.5 വർഷം വരെ ഓക്കെ ആണ്, ഇറ്റ്സ് ഫൈൻ. പക്ഷേ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസ റിജക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മുൻപൊക്കെ ഓക്കെ ആയിരുന്നു, എൻ്റെ കേസിലാണെങ്കിൽ 1.5 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്, വിസ റിജക്റ്റ് ചെയ്ത് വിടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ B1 അല്ലെങ്കിൽ B2 വീണ്ടും എഴുതണം. അതല്ലാത്ത പക്ഷം നിങ്ങൾ ഇൻ്റർവ്യൂ നടക്കില്ല, ജർമ്മനിയിൽ നിന്ന് ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് അവരോട് ചോദിക്കുക ഞങ്ങളുടെ ലാംഗ്വേജ് എങ്ങനെയുണ്ട്, ഓക്കെ ആണോ എന്ന് ചോദിക്കുക. അപ്പോൾ ഓക്കെ ആണെന്ന് പറയുകയാണെങ്കിൽ അവരുടെ അടുത്തൊരു ലാംഗ്വേജ് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ സഫീഷ്യൻ്റ് ആണെന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് വാങ്ങുക. അങ്ങനെ തരാണെങ്കിൽ അതൊരു പരിധി വരെ വിസ റിജക്ഷന് തടയും. ഇങ്ങനെ ഷൂയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ അതും കൂടി CSP പോർട്ടൽ ലാംഗ്വേജിനോട് കയറ്റി വിടാം. അപ്പോൾ B2 ഒക്കെ പാസ്സായിട്ട് ഇതുവരെ പ്രോസസ്സ് തുടങ്ങാതെ പഠിപ്പിക്കാനൊക്കെ കയറിയിരിക്കുന്ന സ്റ്റുഡൻസും ഈ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ.